മനസ്സ് വായിക്കാൻ പോവുക. വാ, ഇതാണ് നമ്മൾ ആദ്യത്തെ ഒന്ന്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും കാർഡ് എടുക്കുക. ഈ കുരങ്ങൻ്റെ ആയിക്കോട്ടെ, ഈ രണ്ടായിക്കോട്ടെ, ദേശത്തിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാമറ ആയിക്കോട്ടെ, ഏതെങ്കിലും എടുക്കുക. ഓക്കെ. പിന്നെ ഫിംഗർ ഇതിൻ്റെ മേലെ കുറച്ച് ഇങ്ങനെ വെക്കുക. മൊബൈലിലോ ലാപ്ടോപ്പിലോ ഒന്നും കാണുകയാണെങ്കിൽ അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്നാലും അതിൽ തന്നെ നോക്കുക. ഓക്കെ. അപ്പം ഇനി ഞാനിത് എന്നെ തന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ഇനിയും ഇമോജീസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്തെന്ന് ഇങ്ങനത്തെ ഈ ചിരിക്കുന്ന പോലത്തെ, പിന്നെ ഇത്, പിന്നെ ഇത് വേറെ ദേശത്തിൻ്റെ, പിന്നെ ഇത് വീണോയി, ക്യാമറ എന്തായി. പിന്നെ ഈ ചിരിക്കുന്ന ഇമോജി കൂടെ. ഓക്കെ. അപ്പം ഞാൻ നിങ്ങളൊരു കാര്യം, നിങ്ങൾ മറ്റേ ഒറിജിനൽ സെലക്ഷനിൽ ഇതോ അല്ല എടുത്ത്. ഓക്കെ. അപ്പോൾ അതിൽ തന്നെ കണ്ണ് വെക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ നിങ്ങളോട് 3 സ്ക്വയർ നീങ്ങാൻ പറഞ്ഞു വിചാരിച്ചോ. അപ്പം ഞാൻ ക്യാമറയാണ് എടുത്ത് വിചാരിച്ചോ. അപ്പം ഞാൻ 3 സ്ക്വയർ നീങ്ങാൻ പറഞ്ഞു. അപ്പം 1 2 3 അങ്ങനെയൊക്കെ അല്ലേ നിങ്ങൾ അതിൽ 1 2 3 അങ്ങനെ എങ്ങനെയാണെങ്കിലും നീങ്ങാം. മേലും താഴെയും ലെഫ്റ്റും റൈറ്റും അങ്ങനെ പോകാനുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒന്നും പോകാനാവൂല. മേലെയും താഴെയും ലെഫ്റ്റും റൈറ്റും മാത്രം. ഓക്കെ. ഓരോരോ സ്ക്വയറായിട്ട്. ഓക്കെ. പക്ഷേ ഇങ്ങനെ പോയിക്കൂടാ. ഓക്കെ. അപ്പം ഞാൻ 3 മറ്റേ സ്ക്വയർ വന്നു പറഞ്ഞാൽ 1 2 3 അങ്ങനെ ആവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാ മറ്റേ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 2 3 അങ്ങനത്തൊക്കെ അങ്ങനെ എങ്ങനെയാണെങ്കിലും ചെയ്യാം. പക്ഷേ ഇങ്ങനെയൊന്നും നീങ്ങിക്കൂടാ. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് പോവാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് മറ്റേ 4 പ്ലേസ് നീങ്ങുക. ഞാൻ 1 2 3 4. ഓക്കെ. ഇനി നിങ്ങൾ വേറെ പുതിയ ഇമോജിയിലോ അതിൽ തന്നെ ആയിരിക്കും, എനിക്കറിയില്ല. പക്ഷെ എനക്കെന്തോ സെൻസ് നിങ്ങൾ ഇതിലല്ലാന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ഇമോജിയിലല്ലാന്നാ. അപ്പം ഈ ഇമോജി ആക്കട്ടെ. അപ്പം ഇനി 5 സ്ഥലങ്ങൾ പോവാം. 1 2 3 4 5. ഓക്കെ. ഇനി 5 മറ്റേ എന്തൊരു സെൻസ് കിട്ടുന്നത് ഇവിടെയല്ല. എനക്കൊന്നും നിങ്ങൾ ഇവിടെ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ആ 2 ഇമോജിയിൽ ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ജയിച്ചു. പിന്നെ ഓക്കെ. ഇനി 2 മൂവും കൂടിയും 1 2. ഓക്കെ. ഇനി 2 മൂവ് ആയപ്പോൾ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ക്യാമറ ഇമോജിയിലല്ല എന്നാണ്. അപ്പോൾ ഞാനിതങ്ങ് മാറ്റി വെക്കുന്നു. പിന്നെ ഇനി 3 സ്ഥലങ്ങൾ 1 2 3. ഓക്കെ. ഇനിന്ന് വെച്ച് എന്താ ചെയ്യേണ്ട അറിയില്ല. പക്ഷെ എന്തോ സെൻസ് കിട്ടുന്നത് നിങ്ങൾ ഇതിലല്ല, പിന്നെ ഇതിലും അല്ല. ഓക്കെ. ഇനി 4 എണ്ണത്തിൽ. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മറ്റേ എത്ര മൂവ് ആക്കണം? 3 മൂവ്. ഇനി 3 മൂവ് 1 2 3. അത് കഷ്ടമാണ്. പക്ഷെ എനിക്കെന്തോ സെൻസ് കിട്ടുന്നുണ്ട് നിങ്ങൾ ഇതിലല്ലാന്ന്. ഓക്കെ. ഇനി 1 മൂവും കൂടിയും. ഓക്കെ. ഇനി 1 മൂവും കൂടിയും. ഓക്കെ. 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 ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ എന്താ ചെയ്യുക, ഇതിലല്ല എന്നാ. ഇനി ഈ 2 ഏതെങ്കിലും ഇമോജിയിലായിരിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ജയിച്ചു. ഓക്കെ. അപ്പം ഞാൻ ഏത് ഇമോജി ആയിരിക്കും? നിങ്ങൾ സെൻസ് ഇട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഇമോജിയിലേന്നാ. കറക്റ്റാണോ? കമൻറ്റിൽ പറ. അപ്പോൾ അതായി നിങ്ങൾ പറയുക, നിങ്ങൾ ആ ഇമോജിയിൽ തന്നെയാണുള്ളത്. എനിക്ക് വേറൊന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഇമോജി എന്നല്ല, ഒരു സെന്റൻസ് കാണിക്കും. നിങ്ങളതിൽ എത്ര എഫ് ലെറ്റർ ഉണ്ട് എന്ന് പറയണേ. ഞാൻ 5 സെക്കൻഡ് തരാം എത്ര എഫ് ലെറ്റർ ഉണ്ടെന്ന് എണ്ണാൻ വേണ്ടിയിട്ട്.
ഈ സെന്റൻസിൽ. ഓക്കെ, അപ്പം ഓക്കെ ആണ്. 1 2 3 4 5 1 സെക്കൻഡ്. അപ്പം നിങ്ങളെ ആൻസർ 3 പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല, ഞാനും അത് തന്നെയാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ ആൻസർ ശരിക്കും 6. എങ്ങനെ നമുക്ക് നോക്കാം. കാരണം ആദ്യത്തെ F ഉണ്ട്, 2 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, 4 ഉണ്ട്. എന്തോ മാത്സിൽ തെറ്റുപറ്റി. പക്ഷെ നിങ്ങൾ തന്നെ എണ്ണി നോക്ക്. നിൽക്കോ കണ്ട 6 ഉണ്ട്. നിങ്ങൾ തന്നെ എണ്ണി നോക്ക്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മറ്റേ 5 സെക്കൻഡ് ആകുമ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ അയ്യോ ഞെട്ടിപ്പോയിട്ട് എന്തല്ലോ അങ്ങനെ കുറെ F ഒന്നും അങ്ങനെ കാണൂല. അതാണ് പ്ലാന് നല്ല കാര്യം. പിന്നെ വേറൊന്നും കൂടി ഉണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചാൽ അതെങ്ങനെയാന്ന് കുറച്ച് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ട്രിക്ക് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ആദ്യം ഒരു ഫ്രൂട്ടിനെ ആലോചിക്കുക. വേഗം കിട്ടിയോ? ഓക്കെ, പിന്നെ അതിന്റെ ലാസ്റ്റ് ലെറ്റർ എടുക്കുക. ഓക്കെ, എടുത്തിട്ട് ഈ കാണുന്ന ABCDയിൽ കാണുക. മറ്റേ ലാസ്റ്റ് ലെറ്റർ കണ്ടുപിടിക്കുക. പിന്നെ അതിലുള്ള കളറും ഓർമ്മിക്കുക. കിട്ടിയോ? കിട്ടിയില്ലെങ്കിൽ ബാക്ക്വേർഡ് അടിച്ച് പോസ് ചെയ്താലും മതി. പക്ഷെ ഓക്കെ, ഇനി കളർ എടുത്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇവിടെ കാണാം. ഇവിടെ ഞാൻ കുറച്ച് കളർ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ക്ലിയർ. പിന്നെ ഇതില് നിങ്ങൾ മറ്റേ നിങ്ങളെ കളറ് ബെസ്റ്റായിട്ട് കാണുന്നതാണ് എന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ മറ്റേ കണ്ട കളർ ഇതിൽ ഉണ്ടാവണമെന്നില്ല. എന്നിട്ട് നിങ്ങൾ ഇരുന്നെടുത്ത കളറ് ഇതിൽ ഇല്ല എങ്കിൽ അതേപോലത്തെ കളർ എടുത്താൽ മതി. കിട്ടിയോ? അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ആൻസർ യെല്ലോ ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ യെല്ലോ ആണോ മറ്റേ ഇതിലെടുത്തത്? ഈ യെല്ലോ ആണോ എടുത്തത്? കമൻറ്റിൽ പറ. അപ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് ഈസിയാണ് ഇതൊക്കെ. കാരണം മറ്റേ വേഗം ഒരു മനസ്സിലൊരു ഫ്രൂട്ട് എടുക്കാൻ പറയുമ്പോൾ ചിലവർ അയ്യോ മാംഗോ എന്ന് പറഞ്ഞാലോ. എന്നിട്ട് മാംഗോന്റെ ലാസ്റ്റ് O ആണ്. O അവിടെ O യെല്ലോ ആണ്. പിന്നെ യെല്ലോ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു യെല്ലോ ആയിരിക്കും കൊടുക്കുക. പിന്നെ നമ്മൾ യെല്ലോ അങ്ങ് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അപ്പം അങ്ങനെ വേഗം മനസ്സിലായിരിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക. പിന്നെ ഇനിയും സെക്കൻഡ് പാർട്ടിൽ ഒരു വേറെയും മൈൻഡ് ട്രിക്സ് നോക്കാനാണ്. സയനോറ.